ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ആസിഡ് ആക്രമണ കേസിലെ പ്രതി അറസ്റ്റിലായി. കടുമേനി സ്വദേശി 41-കാരനായ റോബിനാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി 10ഓടെ പ്രാപ്പോയിൽ പെരുന്തലത്തെ തോപ്പിൽ രാജേഷിനെ ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ചെറുപുഴ പ്രാപ്പോയിൽ പെരുന്തലത്തെ തോപ്പിൽ രാജേഷിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ പ്രതി കടുമേനി സ്വദേശി റോബിനെ ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി.പി. ദിനേശ്, എസ്.ഐ. ഹബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഞായറാഴ്ച രാത്രി 10ഓടെ രാജേഷിൻ്റെ വീട്ടിലെത്തിയ പ്രതി രാജേഷിൻ്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മുഖത്തും ശരീരത്തും സാരമായി പരിക്കേറ്റ രാജേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മരംവെട്ട് തൊഴിലാളിയായ രാജേഷിനോട് പ്രതിക്കുള്ള വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. മിനിയാന്ന് രാത്രി ചെറുപുഴ പെരുന്തടം എന്ന സ്ഥലത്ത് താമസിക്കുന്ന മരം വെട്ടുകാരനായ രാജേഷ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കയറിയിട്ട് അയാളുടെ സുഹൃത്തായ റോബിൻ എന്ന് പറഞ്ഞ ആൾ മുഖത്ത് ആസിഡ് ഒഴിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവത്തിന് ശേഷം പ്രതി ഓടിപ്പോയിരുന്നു. പിറ്റേന്ന് പ്രതിയെ വീട്ടു പരിസരത്ത് വെച്ച് പിടിക്കുകയും പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട്. പരാതിക്കാരന് സീരിയസ് അല്ല, അല്ല സ്റ്റേബിളാണ്, കുഴപ്പമില്ല. കണ്ണിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സയൻറ്റിഫിക് എക്സ്പെർട്ടും ഫിംഗർ പ്രിൻറ്റും വന്നിട്ട് ബാക്കി നടപടികൾ ചെയ്തിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അന്വേഷണം നടന്നു വരികയാണ്. പുതിയ വീടിൻ്റെ കോൺക്രീറ്റ് പണിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയ ശേഷം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡിലിരിക്കുകയായിരുന്ന രാജേഷിന് നേരെ പ്രതി ആസിഡ് പ്രയോഗിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതിയെ തിങ്കളാഴ്ച വൈകിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആസിഡ് അക്രമത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള രാജേഷിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിയെ ചൊവ്വാഴ്ച രാവിലെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ണൂരിൽ നിന്നും ഫോറൻസിക് വിഭാഗവും ഫിംഗർ പ്രിൻറ്റ് വിദഗ്ധനും സംഭവം നടന്ന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രതി ആസിഡ് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ക്യാനും ആസിഡ് ഒഴിക്കാൻ ഉപയോഗിച്ച കുപ്പിയും സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ തളിപ്പറമ്പ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.